തീർച്ചയായിട്ടും നമ്മൾ സിനിമ അംഗീകരിക്കപ്പെടും. ഇപ്പോൾ പത്തേമാരിയുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് പത്തേമാരി 2 രീതിയിലും അംഗീകരിക്കപ്പെട്ടു എന്നുള്ളത്. അതായത് നല്ല രീതിയിൽ തിയേറ്ററിൽ ഇത്തരത്തിലുള്ളൊരു ഈ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്തൊക്കെ അവാർഡ് സിനിമ എന്ന് പറഞ്ഞിട്ട് തിയേറ്ററിൽ ആരും വരാതിരിക്കുകയും ആദ്യത്തെ ഷോയ്ക്ക് 40-50 പേരും മാത്രം ഉണ്ടാവുകയും അത് ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ ആകുമ്പോഴേക്കും ഹൗസ്ഫുള്ളായി പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ ഷോകളും ഹൗസ്ഫുള്ളാവുന്ന ഒരു അവസ്ഥയാണ് പത്തേമാരിക്കുണ്ടായത്. ഞങ്ങൾ റിലീസ് ചെയ്ത് ഏകദേശം 60ഓളം തിയേറ്ററുകളിലാണ്. സെക്കൻഡ് വീക്ക് ആകുമ്പോൾ അതൊരു 90ഓളം തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ആ സിനിമ അതായത് ഞാൻ എല്ലായിടത്തും പറയുന്നത് പത്തേമാരിയുടെ ഒരു വിജയത്തിന് ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന് കിട്ടിയ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് മീഡിയ സപ്പോർട്ടാണ്. അത് ഓൺലൈനാണെങ്കിലും പേപ്പർ മീഡിയ ആണെങ്കിലും സിനിമയുടെ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ആ സിനിമയെക്കുറിച്ച് വന്ന റിപ്പോർട്ടുകളാണ് ആ സിനിമയെ ഒരു വലിയ വിജയത്തിലേക്ക് എത്തിച്ചത്. അപ്പം അത് ഒരു സിനിമ 2 രീതിയിലും സ്വീകരിക്കപ്പെടുക എന്നുള്ളത് ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ നമുക്കൊരുപാട് എന്താ പറയുക ആത്മവിശ്വാസമൊക്കെ നൽകുന്ന കാര്യമാണ്. ഒരു സിനിമ കൊമേഴ്ഷ്യൽ ഹിറ്റാവുക, അതുപോലെ തന്നെ അത് ഒരു നിരൂപക പ്രശംസ നേടുക എന്ന് പറയുന്നത് ഈ 2 രീതിയിലും പത്തേമാരി വിജയിച്ചിട്ടുണ്ട്. പിന്നെ ഈ അവാർഡ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളൊരു സിനിമ ചെയ്യുക അല്ലെങ്കിൽ ആദാമിൻ്റെ മകൻ അബു എന്ന് പറയുന്ന സിനിമ ഞാൻ നാഷണൽ അവാർഡിന് അയക്കുന്നത് എനിക്ക് സലീം കുമാറിന് അവാർഡ് കിട്ടുമെന്ന് കരുതിയിട്ടാണ്. സലീം കുമാറിൻ്റെ പെർഫോമൻസ് കണ്ട് പലരും പറഞ്ഞിട്ടാണ് ഈ സിനിമ അവാർഡിന് അയക്കണം. അല്ലാണ്ട് നമ്മൾ സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മളൊരിക്കലും ഈ സിനിമ അവാർഡിന് അയക്കുക അല്ലെങ്കിൽ അവാർഡിന് വേണ്ടിയുള്ള സിനിമ എന്ന് പറഞ്ഞിട്ടല്ല ആദാമിൻ്റെ മകൻ. അത് അതേ മനസ്സിൽ തന്നെയാണ് ഇപ്പം പത്തേമാരി ചെയ്തത്. അപ്പം നമ്മൾ ഒരു സിനിമ ചെയ്യുക, ആ സിനിമ എത്രത്തോളം ഭംഗിയാക്കാം. ഇപ്പം പത്തേമാരിയുടെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു സിനിമ ഇത്രയും ബഡ്ജറ്റിൽ ചിലപ്പോൾ മലയാളത്തിൽ ചെയ്യുന്ന ആദ്യത്തെ സിനിമയായിരിക്കും പത്തേമാരി. അതായത് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ പിന്നെ ഈ രീതിയിലുള്ള സിനിമകൾക്കൊരു ബഡ്ജറ്റുണ്ട്. അതിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പം മമ്മൂക്ക നായകനാവുന്ന അല്ലെങ്കിൽ മലയാളത്തിൽ ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് ചെയ്യാവുന്ന മാക്സിമം നമ്മൾ ആ സിനിമയ്ക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് ചെയ്യുന്ന അതേ രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ആദാമിൻ്റെ മകൻ അബുവിനും ചെയ്തിട്ടുണ്ട്. ആദാമിൻ്റെ മകൻ അബു ഒരു 18 ലക്ഷം രൂപയ്ക്കോ 15 ലക്ഷയ്ക്കോ തീർക്കാവുന്ന ഒരു സിനിമയായിരുന്നു. അപ്പോൾ നമുക്കതിൻ്റെ ടെക്നിക്കലി അതിനൊരു പെർഫെക്ഷൻ വേണം അല്ലെങ്കിൽ ആ രീതിയിൽ ആ സിനിമ എടുക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ആദാമിൻ്റെ മകൻ അബു ഒരു 1 കോടി രൂപയിൽ തീരുന്നൊരു സിനിമയായി മാറിയത്. ആ സിനിമയിൽ ആർട്ടിസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ 10-12 ലക്ഷം രൂപയാണ് ആ സിനിമയ്ക്ക് ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി ചിലവാക്കിയിരിക്കുന്നത്. ബാക്കിയെല്ലാം ടെക്നിക്കലാണ്. അപ്പം അതുപോലെ തന്നെ സിനിമ നന്നാക്കാൻ അല്ലെങ്കിൽ ആ സിനിമയെ ഇപ്പം പിന്നെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ പുറത്തു കൊണ്ടുവരും. അതുകൊണ്ടാണ് ഇപ്പം നല്ല നടന്മാർക്കും നല്ല ടെക്നീഷ്യനും നമ്മൾ കൊണ്ടുവരുന്നത്. എന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സിനിമ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള സിനിമ എത്രയും മാക്സിമം ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടാക്കാം, അങ്ങനെയാണ് അങ്ങനെ വരുന്നത്. പിന്നെ ഈ അവാർഡുകൾ എന്ന് പറയുമ്പം ഓരോ ജൂറിക്കും ഓരോ സ്വഭാവങ്ങളുണ്ട്. ഒരു 10 പേരുടെ ഒരു ജൂറി സിനിമ കണ്ട് വിലയിരുത്തുമ്പോൾ അവരുടെ ഒരു സിനിമ ആസ്വാദനം അല്ലെങ്കിൽ അത് സിനിമയ്ക്ക് അവർ തിരഞ്ഞെടുക്കുന്ന സിനിമകളെ ബാധിക്കും. അപ്പോൾ അവർ തിരഞ്ഞെടുത്ത സിനിമകൾ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് കാലം തെളിയിക്കുന്നതാണ്. ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 4-5 വർഷം കഴിഞ്ഞിട്ട് പറയും ഈ സിനിമയും ഉണ്ടായിട്ട് ഈ സിനിമയ്ക്കാണ് അവാർഡ് കിട്ടിയതെന്ന് പറയുമ്പം ചിലപ്പോൾ അത് നാളെ വലിയൊരു എന്താ പറയുക ചരിത്രപരമായ മണ്ടത്തരങ്ങൾ എന്നൊക്കെ പറയില്ല, ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. പക്ഷേ അത് നമ്മളൊരു സിനിമ അവാർഡിന് അയക്കുമ്പോൾ നമ്മൾ പിന്നെ അവരും 100% അംഗീകരിച്ച് ആ ജൂറി അംഗീകരിച്ചിട്ടാണ് നമ്മൾ സിനിമ അയക്കുന്നത്. പിന്നെ സിനിമ അയച്ച് അവർ പറയുന്ന അല്ലെങ്കിൽ അവർ ഡിക്ലെയർ ചെയ്യുന്ന സിനിമയ്ക്ക് പിന്നെ നമ്മൾ എന്താ പറയുക അത് ശരിയായില്ല അല്ലെങ്കിൽ അത് കറക്റ്റല്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒരുപാട് ആളുകളുടെ എഫേർട്ട് ഉണ്ട്. അതിലൊന്ന് പറയുമ്പോൾ നമ്മൾ ആർട്ടിസ്റ്റുകൾ, ഇപ്പോൾ മമ്മൂക്കയുടെ പള്ളിക്കൽ നാരായണൻ എന്ന് പറയുന്നത് എന്താ പറയുക പത്തേമാരിയുടെ ഇത്രയൊരു വിജയത്തിന് പിന്നിൽ പള്ളിക്കൽ നാരായണൻ്റെ എന്താ പറയുക ആ ഒരു പെർഫോമൻസ് വലിയൊരു ഘടകമായിട്ടുണ്ട്. മമ്മൂക്കയ്ക്ക് മാത്രം ചെയ്യാവുന്ന അല്ലെങ്കിൽ മമ്മൂക്കയെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റാവുന്ന കുറേ സിനിമകളുണ്ട്, കുറേ കഥാപാത്രങ്ങളുണ്ട്. അങ്ങനെ ഒന്നാണ് പള്ളിക്കൽ നാരായണൻ. ഈ പത്തേമാരി ഇറങ്ങിയിരുന്ന സമയത്ത് ഫേസ്ബുക്കിലൊക്കെ വന്നിരുന്നൊരു കമൻ്റ് ഉണ്ട്. അതായത് ഈ പത്തേമാരി ഒരു തരത്തിൽ നോക്കിയാൽ ഒരു പരാജയമാണ്. കാരണം ഈ സിനിമ ഒരിക്കലും തമിഴിലോ തെലുങ്കിലോ ഹിന്ദിയിലോ റീമേക്ക് ചെയ്യില്ല. കാരണം പള്ളിക്കൽ നാരായണനെ അവതരിപ്പിക്കാൻ അവിടെ വേറൊരു നടനില്ല എന്ന് പറയാം. അപ്പോൾ അത്രത്തോളം എന്താ പറയുക മമ്മൂക്കയ്ക്ക് മമ്മൂക്കയ്ക്ക് മാത്രം പെർഫോം ചെയ്യാവുന്ന ഒരു ക്യാരക്ടറായിരുന്നു പള്ളിക്കൽ നാരായണൻ. പിന്നെ പള്ളിക്കൽ നാരായണൻ്റെ ഒരു വളർച്ച അല്ലെങ്കിൽ ആ 3 കാലഘട്ടങ്ങൾ അത് ഒന്ന് നമ്മളത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് മൂന്ന് പിന്നെ ഷെഡ്യൂളുകളാണ്. അതായത് 80 ഷൂട്ട് ചെയ്യുന്ന സമയത്ത് 80 മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് വീണ്ടും 1-2 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ 90കൾ ഷൂട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇന്നത്തെ അപ്പം ഈ ആർട്ടിസ്റ്റുകൾക്കാണെങ്കിലും അവർ എന്താ പറയുക പോയിട്ട് വീണ്ടും തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ ആ കാലഘട്ടം മാറുന്നത് അവരുടെ അപ്പിയറൻസിലായാണെങ്കിലും അത് വളരെ ഈ പല ഷെഡ്യൂളുകളായിട്ട് ഷൂട്ട് ചെയ്തത് സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അവാർഡിന് ശേഷം
അവാർഡ് പിന്നെ ഡിക്ലെയർ ചെയ്തതിന് ശേഷം മമ്മൂക്കയെക്കുറിച്ച് വന്ന മീഡിയയിൽ പറഞ്ഞു കേട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി ഇതുപോലുള്ള വേഷങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജൂറിയുടെ മുന്നിൽ ഒരു 70-73 സിനിമകൾ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ സിനിമകൾ മാത്രം വിലയിരുത്തുക. അയാൾ ഇതിനു മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അയാളുടെ എന്താണ് സിനിമ, അതായത് മലയാള സിനിമയുടെ ചരിത്രമല്ല, അവർക്ക് മുന്നിൽ കിട്ടിയിരിക്കുന്ന സിനിമകൾ വിലയിരുത്താനാണ് ജൂറി ഏൽപ്പിച്ചത്. അത് അപ്പോൾ അവർക്ക് മുന്നിലുള്ള അല്ലെങ്കിൽ അവർ കണ്ട സിനിമകൾ മാത്രം വിലയിരുത്തേണ്ട ബാധ്യത മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ സിനിമ നമ്മളിപ്പോൾ എന്താ സ്റ്റേറ്റ് അവാർഡ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മെൻ്റലി പ്രിപ്പയർഡാണ്. മീൻസ് അതായത് സിനിമ, അതായത് സ്റ്റേറ്റ് അവാർഡുമെല്ലാം നമ്മുടെ ഇവിടെ പ്രഖ്യാപിച്ച പല അവാർഡുകളിലും പത്തേമാരിയും മാറ്റി നിർത്തിയിട്ടുണ്ട്. അത് ചിലപ്പം ഞാൻ പറഞ്ഞ പത്തേമാരി ഭയങ്കര സിനിമയോ അല്ലെങ്കിൽ അത് പിന്നെ എന്താ പറയുക, അതിന് അവാർഡ് നൽകണം എന്നുള്ളതല്ല, എല്ലാത്തിലും അതിലൊരു പിന്നെ പത്തേമാരി മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് പല അവാർഡുകൾ. അത് സിനിമ നല്ല പിന്നെ ചിലപ്പോൾ അവർക്ക് തോന്നിയിട്ടുണ്ടാവില്ല അത് എൻ്റെ സിനിമ ഭയങ്കര മഹത്തരമായ സിനിമയാണ് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ചിലപ്പോൾ അവർക്കത് വലിയൊരു സിനിമയായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം. അപ്പം മെൻ്റലി ഞാൻ പ്രിപ്പയർഡാണ്. മീൻസ് അത് അവാർഡ് കിട്ടിയാലാണ് അത്ഭുതം, അല്ലാണ്ട് അവാർഡ് കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു എന്താ പറയുക യാതൊരു വിഷമം ഉണ്ടാവില്ല. കാരണം നമ്മൾ മെൻ്റലി പ്രിപ്പയർഡാണ്. നമ്മൾ ഇതിന് മുമ്പ് വന്ന അവാർഡുകൾ, അതായത് ചെറിയ അവാർഡുകൾ ഒരു പത്തേമാരിക്ക് കിട്ടാതിരുന്നപ്പോൾ നമ്മൾ മെൻ്റലി പ്രിപ്പയർഡാണ്. ഒരു സിനിമ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ ഞാൻ സിനിമ ചെയ്യുന്നത് ഈ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ ആളുകൾ കണ്ടിട്ട്, അല്ലെങ്കിൽ ഒരു സിനിമ ഈ അവാർഡിനേക്കാളൊക്കെ ഏറ്റവും വലുതെന്ന് പറയുന്നത് നമ്മൾ ഓട്ടോയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓട്ടോ ഡ്രൈവർ പറയുന്നു ആരാ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സിനിമയും നമ്മുടെ സിനിമയിലെ കഥാപാത്രങ്ങളും സിറ്റുവേഷനും പറയാമെന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഈ സിനിമ കണ്ടിട്ട് ആളുകൾക്ക് എഫക്റ്റ് ചെയ്യുക. അതെൻ്റെ 3 സിനിമകൾക്ക് എനിക്കുണ്ടായിട്ടുണ്ട്. ആദാമിൻ്റെ മകൻ അബു എന്ന് പറയുന്ന സിനിമകൾക്ക് എനിക്ക് ഒരുപാട് എന്താ പറയുക ഒരുപാട് ആളുകൾ വിളിക്കുകയും അവരുടെ ജീവിതത്തിൽ ആ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്ത് ഒരുപാട് കാര്യം. അതുപോലെ തന്നെ കുഞ്ഞനന്തൻ്റെ കട കണ്ടിട്ട് ഒരുപാട് പേര് വിളിക്കുകയും ഇപ്പോഴും പിന്നെ ആ സിനിമ പറഞ്ഞിട്ട് അതിലെ അനുഭവങ്ങൾ വെച്ചിട്ട്, അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെയാണ്, അല്ലെങ്കിൽ അച്ഛൻ്റെ കട എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, പിന്നെ ചില ഭർത്താക്കന്മാരെ ഭാര്യമാരെ കുഞ്ഞനന്തൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. അത് പത്തേമാരി എന്ന് പറയുന്ന സിനിമയും അതുപോലെ ഒരുപാട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. പലരും ഈ സിനിമ കണ്ടിട്ട് അല്ലെങ്കിൽ സിനിമ അവരുടെ ലൈഫിലുണ്ടാക്കിയ മാറ്റങ്ങൾ ഒരുപാട് പേര് വിളിച്ചുകൊണ്ട്. അപ്പോൾ നമ്മുടെ സിനിമ ആ രീതിയിൽ എന്താ പറയുക അങ്ങനെ അംഗീകരിക്കപ്പെടുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ അത് കണ്ടിട്ടുമാണ് നമ്മൾ അവാർഡ് കണ്ടിട്ടല്ല, നമ്മൾ സാധാരണക്കാരായ ആളുകളെ കണ്ടിട്ടാണ് സിനിമ ചെയ്യുന്നത്. അവാർഡ് സിനിമ എന്ന് പറയുന്നത് വേണമെങ്കിൽ സിനിമ നമ്മുടെ ഈ വർക്കലയിലും അല്ലെങ്കിൽ പിന്നെ കോവളത്തൊക്കെ ചില ഹോട്ടലുകളുണ്ട്. ഈ ഹോട്ടലുകൾ ഈ ഫോറിനേഴ്സിന് വേണ്ടി മാത്രമുള്ളതാണ്. അവർക്ക് ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ അവർക്ക് പറ്റിയ സിറ്റുവേഷൻ അതുപോലെ സിനിമ ചെയ്യുന്ന ആളുകളുണ്ട്. ഇത് വിദേശത്ത് അല്ലെങ്കിൽ ഫെസ്റ്റിവൽ അവാർഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ സിനിമ എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് നല്ല നാട്ടിൻ പുറത്തൊരു തട്ടുകട അല്ലെങ്കിൽ ചായക്കട, പുട്ടും ദോശയും അതെല്ലാം ഉള്ളൊരു സാധാരണ കട. പക്ഷേ അവിടെ വന്നിട്ട് ഏതെങ്കിലും ഒരു വിദേശി വന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു വിരോധമില്ല, അവിടുത്തെ ഭക്ഷണം നല്ലതാണെന്ന് പറയുന്നതിനെ കൊണ്ട് വിരോധമില്ല. പക്ഷേ സിനിമ ചെയ്യുന്നത് നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ലൈഫുമായിട്ടുള്ള സിനിമകളാണ് ചെയ്യുന്നത്.